ജൂൺ 25 അർദ്ധരാത്രിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ കൈകാലുകളിൽ വിലങ്ങണിയിച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ 50ാം വാർഷികമാണിന്ന്. ഭാരതത്തിൽ ജനാധിപത്യം നിലനിൽക്കാൻ അടിയന്തരാവസ്ഥയുടെ ചരിത്രവും അതിനെ ധീരമായി നേരിട്ട് ജനാധിപത്യ വാഴ്ച പുനഃസ്ഥാപിച്ച ചരിത്രവും നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അടിയറ വയ്ക്കപ്പെട്ട ദിനങ്ങൾ ഇന്നലെയെന്നപ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ടാകും. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ അടിയന്തരാവസ്ഥയെ ഒറ്റവാക്കിൽ കാട്ടാളത്തം എന്ന് വിശേഷിപ്പിച്ചാലും കുറഞ്ഞു പോകും. പൗരസ്വാതന്ത്ര്യം അടിച്ചമർത്തി നിയമസഭയുടെ അകത്തളം മുഴുവൻ ശബ്ദകോലാഹലങ്ങളാൽ മുഖരിതമായിരുന്നു. രാജ്യം ഇനി എന്ത് എന്നും എങ്ങനെയെന്നും ഉള്ള ആശങ്ക എല്ലാവരെയും ഒരുപോലെ വേട്ടയാടി. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണമായ 28 മാസങ്ങളായിരുന്നു അത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉപദേശാനുസരണം ഇന്ത്യൻ ഭരണഘടനയിലെ 352 വകുപ്പ് അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ദിരയ്ക്ക് ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ഭരിക്കുവാനും തിരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുവാനും പൗരാവകാശങ്ങൾ റദ്ദാക്കുവാനും പരിമിതപ്പെടുത്തുവാനുമുള്ള അധികാരം ഇത് നൽകി. 1975 മുതൽ 1977 വരെയായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം. 1975 ജൂൺ 26 പുലർച്ചെ തന്നെ ആകാശവാണിയിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫോൺ കോൾ എത്തി. രാവിലെ 8 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പരിപാടി അടിയന്തരമായി മാറ്റിവെക്കുക. പ്രധാനമന്ത്രി മാഡം നേരിട്ടെത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. ഉടനടി ആകാശവാണിയിൽ തിരക്കിട്ട ഒരുക്കങ്ങൾ നടന്നു. വാർത്താവിനിമയ മന്ത്രി IK ഗുജ്റാളോ അദ്ദേഹത്തിൻ്റെ വകുപ്പോ ഇക്കാര്യം അറിഞ്ഞത് പോലുമില്ല. 3-ാം ദിവസം തൻ്റെ മന്ത്രിസ്ഥാനം തെറിച്ചപ്പോഴാണ് ഗുജ്റാളിന് വരെ കഥ മനസ്സിലായത് തന്നെ. 8 മണിക്ക് 5 മിനിറ്റ് മുമ്പേ തന്നെ പ്രധാനമന്ത്രി എത്തിച്ചേർന്നു. പ്രത്യേകം തയ്യാറാക്കിയ റൂമിൽ അവർ ആ പ്രഖ്യാപനം നടത്തി. അർദ്ധ ഫാസിസത്തിൽ നിന്നും ഫാസിസത്തിലേക്ക് ഇന്ത്യയെ നയിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഇരുളടഞ്ഞ ദിവസം. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഏറ്റവും കറുത്ത അധ്യായം. സാമ്രാജ്യത്വ ഭരണകൂട ഭീകരതയെന്ന് മാർക്സിസ്റ്റുകാർ പറഞ്ഞിരുന്ന അവസ്ഥയെ ഭാരതീയർ നേരിട്ട് അനുഭവിച്ചറിയുന്നത് അന്നായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏകാധിപത്യ അതിഭീകരത മറനീക്കി പുറത്തു വന്ന ദിവസം. ഭരണഘടനയുടെ അനുച്ഛേദം 352 സബ് ക്ലോസ് 1 വകുപ്പ് പ്രകാരമുള്ള രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരം അന്ന് ഉപയോഗിക്കപ്പെടുമ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജനാധിപത്യ ധ്വംസനങ്ങളുടെ കൂത്തരങ്ങായി മാറുന്ന ഭാരതത്തെയാണ് കാണേണ്ടി വരികയെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നിന്ന് മോചനം നേടി ജനാധിപത്യത്തിൻ്റെ സ്വത്വവും അത് അനുസരിച്ചുള്ള സ്വാതന്ത്ര്യവും സമത്വവും നീതിയും ന്യായവുമെല്ലാം തങ്ങൾക്കായി നിലകൊള്ളുമെന്ന് വിശ്വസിച്ച ഭാരതീയരെ ഒറ്റ രാത്രി കൊണ്ട് ഭരണകൂടം മോഹഭംഗരാക്കി. അന്നങ്ങനെ കോൺഗ്രസ്സുകാർ ദുർഗയെന്ന് കൊട്ടിയാഘോഷിച്ച ഇന്ദിരാഗാന്ധിയെ ലോകം നല്ലതുപോലെ മനസ്സിലാക്കി. സഞ്ജയ് ഗാന്ധിയുടെയും കോൺഗ്രസ് മേലാളന്മാരുടെയും നേതൃത്വത്തിലുള്ള പോലീസും പട്ടാളവും അടങ്ങിയ ഇന്ദിരയുടെ സൈന്യം അടിയന്തരാവസ്ഥയുടെ നർത്തനവേദിയിൽ അവകാശ ലംഘനങ്ങൾ കൊണ്ട് താണ്ഡവമാടി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ജനതയൊന്നടങ്കം വീണ്ടും ഒരുമിക്കുന്ന കാഴ്ചയും ലോകം കണ്ടു. ഒരു 2ാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനായി അത് മാറി. സോഷ്യലിസം എന്താണെന്ന് ഇന്ദിരയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ മഹാമേരുവിനെ പോലെ അതിന് മുന്നിൽ നിന്നത് ജയപ്രകാശ് നാരായണൻ തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഭാരതം കണ്ടത് അധാർമികതയുടെയും അരാജകത്വത്തിൻ്റെയും അധികാരഭ്രമത്തിൻ്റെയും നേർക്കുള്ള ഇന്ത്യൻ ജനതയുടെ വിശ്വവിഖ്യാതവും സാമ്രാജ്യത്വ വിരുദ്ധവുമായ ചെറുത്തുനിൽപ്പാണ്. മാധ്യമപ്രവർത്തകരും സാഹിത്യകാരന്മാരും തൊഴിലാളികളും കർഷകരും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് വേണ്ട സർവ്വസന്നദ്ധരായി എല്ലാ വിഭാഗങ്ങളിലും പെടുന്ന ബഹുജനങ്ങൾ ഒരുമിച്ച് ആ ഐതിഹാസികമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ഇന്ദിരയെ എതിർത്താൽ അടുത്ത സൂര്യോദയം കാണില്ലെന്ന് പറഞ്ഞ ഭരണകൂട ഗർജനങ്ങളെ നിഷ്കൂരണം ധൂളിയായി മാറ്റിക്കൊണ്ട് അനീതികൾക്കെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ വിപ്ലവ വീര്യം ആളിക്കത്തി. കടുത്ത ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർച്ചു. ആചാര്യ വിനോബ ഭാവെ മുതൽ മദർ തെരേസ വരെ ഉരുക്കുവനിത എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി എന്ന ഏകാധിപതിയുടെ നരനായാട്ടിന് തിരശീല വീഴ്ത്താൻ പക്ഷേ ആ സമര പോരാട്ടങ്ങൾക്ക് സാധിച്ചു. പിന്നീട് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി മാറി. ഇന്നത്തെ സമകാലിക സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സാധാരണക്കാരുടെ ഈ ചെറുത്തുനിൽപ്പ് ഇപ്പോഴത്തെ അർദ്ധ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് ഒരു മുന്നറിയിപ്പും താക്കീതും കൂടിയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യൻ ജനതയ്ക്ക് മേൽ ഹിന്ദുത്വ അജണ്ടകൾ ഓരോന്നായി നടപ്പാക്കുകയാണ്. മഹത്തായ കർഷക പ്രക്ഷോഭത്തിന് അതിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിച്ചെങ്കിലും ലേബർ കോഡും വിദ്യാഭ്യാസ നിയമ ഭേദഗതികളും ബുൾഡോസർ രാജ്യമെല്ലാമായി അവർ മുന്നോട്ട് പോവുകയാണ്.
ദളിതരും ആദിവാസികളും ന്യൂനപക്ഷങ്ങളുമെല്ലാം ഈ ദുർഭരണത്തിന് കീഴിൽ വേട്ടയാടപ്പെടുന്നു. ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്നത് എന്ന് തന്നെ ചുരുക്കം. ഇന്ത്യ എന്നാൽ ഇന്ദിരയല്ല എന്ന മുദ്രാവാക്യം വിളിച്ചതുപോലെ ഇന്ത്യ എന്നാൽ മോദിയുമല്ല എന്ന് ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ അടിയന്തരാവസ്ഥാ ഭരണത്തിൻ്റെ കറുത്ത ദിനങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ലോകത്തിനോട് ഒരു ചോദ്യം ഞാൻ ഇപ്പോഴും ബാക്കിയാക്കുന്നു. ഞാൻ വാതിലുകൾ അടയ്ക്കുന്നേയില്ല. പെരുമഴ എന്നിലേക്ക് പെയ്തു വീഴട്ടെ. ഒരു കാലത്തും വാതിലുകൾ താഴിടാനാവാത്ത ഒരച്ഛനെ അദൃശ്യനായ എൻ്റെ മകനെങ്കിലും അറിയട്ടെ. മകൻ രാജൻ്റെ സ്മരണകളിൽ അച്ഛൻ്റെ വാക്കുകളാണിത്. അന്ന് സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയും ലീഡർ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായി കേരളം ഭരിക്കുന്ന കാലം. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രാജൻ. ഗായകനും കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയുമായിരുന്നു. കായണ്ണ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ നക്സലൈറ്റ് ആക്രമണത്തെ തുടർന്ന് അതിൽ പങ്കാളിയായ ഒരു രാജനെ തിരഞ്ഞു വന്ന പോലീസ് ഒരു കലാലയ മത്സരം കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തി സംഘം ചേർന്നിരുന്ന വിദ്യാർത്ഥികളോട് ആരാണ് രാജൻ എന്ന് ചോദിക്കുകയും താനാണ് രാജനെന്ന് പറഞ്ഞതിനെ തുടർന്ന് രാജനെ കൊണ്ടുപോവുകയുമായിരുന്നു. എന്നാൽ കരുണാകരൻ സന്നിഹിതനായിരുന്ന ഒരു ചടങ്ങിൽ കരുണാകരനെ അവഹേളിക്കുന്ന ഗാനം അവതരിപ്പിച്ചതിനാണ് രാജനെ പോലീസ് കൊണ്ടുപോയത് എന്നും പറയപ്പെടുന്നുണ്ട്. 1976 മാർച്ച് 1 പുലർച്ചെ 6:30 രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കക്കയം പോലീസ് ക്യാമ്പിലേക്കായിരുന്നു രാജനെ കൊണ്ടുപോയിരുന്നത്. DIG ജയറാം പടിക്കലിനായിരുന്നു ക്യാമ്പിൻ്റെ ചുമതല. രാജനെ ചോദ്യം ചെയ്തത് സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണൻ അടങ്ങുന്ന സംഘമായിരുന്നു. സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണൻ്റെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമർദ്ദനത്തിലും ഉരുട്ടലിലുമാണ് രാജൻ കൊല്ലപ്പെട്ടതെന്ന് അക്കാലത്ത് ക്യാമ്പിൽ ഇതേ രീതിയിൽ പിടിച്ചുകൊണ്ടുവന്ന മറ്റുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പുലിക്കോടനൊപ്പം ജയരാജൻ, ലോറൻസ് എന്നീ പോലീസുകാരാണ് രാജനെ ഉരുട്ടിക്കൊണ്ടിരുന്നതെന്നും ബീരാൻ എന്ന പോലീസുകാരൻ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വായ തുണി ഉപയോഗിച്ച് അടച്ചുപിടിച്ചിരുന്നുവെന്നും എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ മറ്റുള്ളവർ ഉരുട്ടൽ നിർത്തിയെന്നും സഹതടവുകാരൻ പറഞ്ഞിട്ടുണ്ട്. രാജൻ്റെ മൃതദേഹം പിന്നീട് പോലീസ് ജീപ്പിലിട്ട് എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. രാജൻ്റെ മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ വയർ കീറി പുഴയിലിട്ടുവെന്നും അല്ല പഞ്ചസാരയിട്ട് പൂർണ്ണമായി കത്തിച്ചുവെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. അതല്ല, മൃതദേഹം ആദ്യം കുറ്റ്യാടിപ്പുഴയിലെ കക്കയം ഡാമിനടുത്ത് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് കുഴിച്ചിട്ടെന്നും പിന്നീട് പുറത്തെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലെറിഞ്ഞ് തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തുവെന്നും വാദമുണ്ട്. രാജൻ്റെ മരണശേഷം പുലിക്കോടനെ ക്യാമ്പിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. മകൻ രാജനെ തേടിയുള്ള അന്വേഷണത്തിലൂടെയും തുടർന്നുള്ള നിയമ പോരാട്ടത്തിലൂടെയും അച്ഛൻ ഈശ്വര വാര്യർ സമാനതകളില്ലാത്ത ചരിത്രം തന്നെ സൃഷ്ടിച്ചു. അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് പൂർത്തിയാവുന്ന ഈ സമയത്ത് ജനകീയ വിപ്ലവങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന ചരിത്ര വസ്തുതയാണ് നമുക്ക് വർഗീയവാദികളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഭരണകൂടം കൈയാളുന്നവർ അത് വിസ്മരിച്ചാൽ അവരെ അത് പഠിപ്പിക്കാൻ തക്ക ശേഷി ഇന്നും ഭാരതീയർക്കുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ദിനം മാറട്ടെ. കൊടിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ കിരാതകാലത്ത് സ്വാതന്ത്ര്യദീപത്തിൻ്റെ നാളം കെടാതെ സൂക്ഷിച്ച സമര പോരാളികൾ, ബലിദാനികൾ, കൊടിയ പീഡനങ്ങൾ നിറഞ്ഞ അടിയന്തരാവസ്ഥയുടെ അടയാളങ്ങളായി നമുക്കിടയിൽ ഇന്നും ആ പോരാളികളിൽ പലരും ജീവിച്ചിരിപ്പുണ്ട്. അവരോടുള്ള ആദരവ് നമ്മുടെ സ്വാതന്ത്ര്യ സങ്കല്പത്തെ കൂടുതൽ തീഷ്ണമാക്കട്ടെ. K-File ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.